ഗൈസ് ഞങ്ങൾ ഈവനിങ് ബീച്ചിൽ പോവാൻ ചോദിച്ചിട്ട് പിള്ളേഴ്സിന്റെ കൂടെ ഞങ്ങൾ അങ്ങനെ ബീച്ചിൽ പോകാൻ പ്ലാൻ ഇട്ടതായിരുന്നില്ല. പിള്ളേരൊക്കെ കൂടി കൊള്ള വെച്ചപ്പോഴും ഞങ്ങൾ ഇതേ പോവാന്ന് ചോദിച്ചിട്ടാ. എന്തായാലും പിള്ളേഴ്സിന് എനിക്കൊക്കെ വെക്കേഷൻ കഴിയാറായല്ല. അപ്പൊ വെക്കേഷൻ തീരുന്നതിന് മുമ്പ് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അടിച്ചു പൊളിച്ച് പോവാന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. പക്ഷെ ലാസ്റ്റ് എന്തായിരുന്നുള്ളത് വ്ലോഗ് ലാസ്റ്റ് വരെ കണ്ട മനസ്സിലാവൂട്ടാ. ഞങ്ങൾ മഴയത്ത് പെടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾ ബീച്ചിൽ പോകും. അങ്ങനെ എക്സൈറ്റ്മെന്റോടെ പിള്ളേർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ട ബീച്ചിലോട്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് ബീച്ചിലോട്ട് 5 മിനിറ്റ് നടന്നാൽ മതി. ഇത്രയും വലിയ കുട്ടിപ്പട്ടാളത്തിന്റെ ഇടയിൽ കൂടെ സുജാന്റിയും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. വ്ലോഗ് കാണുമ്പോൾ കുറച്ച് ശതമാനം ആൾക്കാർക്ക് ഞങ്ങളെ കാണുമ്പോൾ കുട്ടികളായിട്ട് തോന്നൂല. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ കുട്ടികളാണ്. അല്ലെങ്കിൽ എത്ര ഏജ് കഴിഞ്ഞാലും നമുക്ക് നമ്മൾ കുട്ടികൾ തന്നെയല്ലേ. ഞങ്ങളെ കൂടെ നടക്കുന്ന ഈ കുട്ടിപ്പട്ടാളത്തിനൊക്കെ ഞാനൊക്കെ എടുത്ത് വളർത്തിയിട്ടുള്ളതാണ്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടാ പറഞ്ഞതിൽ. എടുത്ത് വളർത്തിയിട്ടില്ലെങ്കിൽ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. ഞങ്ങൾ ബീച്ചിക്ക് പോണ വഴിക്ക് കുറെ പിള്ളേരുടെ സൈക്കിളൊക്കെ ചൂടി നടക്കുന്നുണ്ട്. ഞങ്ങൾ ബീച്ചിക്ക് പോണ വഴിക്കാണ്ട് ഇത്രയും ആൾക്കൂട്ടത്തിനെ കണ്ടാരല്ല ഗൈസ്. തൊഴിലുറപ്പ് ചേച്ചിമാരാണ് നമ്മളുടെ ഇവിടെ. ഞങ്ങൾ ഇത്രയും കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ആരായാലും നോക്കി പോകും. ആ ചേച്ചിമാര് പ്രത്യേകം ഞങ്ങളോട് പറഞ്ഞു മഴക്കാലമായോണ്ട് സൂക്ഷിക്കണം കടപ്പുറത്ത് പോകുമ്പോ എന്നൊക്കെ. അത് നല്ലൊരു ഇൻഫോർമേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ജാഗ്രതയോടെ എന്റെ കടപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. ബീച്ചിലൊക്കെ എന്തായാലും ചില്ല് ചെയ്യാൻ പോവല്ല. അപ്പൊ എന്തായാലും ഒന്ന് ലിപ്സ്റ്റിക് ഇട്ട് പോകാൻ വെച്ചിട്ട് ലിപ്സ്റ്റിക് കിട്ടിട്ടുണ്ട് കേട്ടോ ഒരാൾ. അങ്ങനെ ബീച്ചിലെത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പതിവ് പോലെ. സാധാരണ എന്തായാലും ബീച്ചിൽ കാറ്റുണ്ടാവുമല്ലോ. ഇപ്പൊ മഴക്കാലമായോണ്ട് ഒന്നും കൂടെ നല്ല കാറ്റായിരുന്നു കേട്ടോ. ബീച്ചിലെത്തി കഴിഞ്ഞ കുറച്ചു നേരം കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതുകൊണ്ട് മുക്കാ സമയം ഇരിപ്പന്നെയായിരുന്നു കേട്ടോ ബീച്ചില്. ഇന്ന് എനിക്ക് മൈഗ്രെയിൻ ആയതുകൊണ്ട് അതേ ഉഷാറുണ്ടായിരുന്നില്ല ഇന്നത്തെ ദിവസം. എന്നാലും ഞങ്ങൾ വ്ലോഗ് എടുക്കാൻ പറഞ്ഞില്ല. ഉഷാറായി. എനിക്കിപ്പോ തള്ളവൈബായിട്ടാ. ഇങ്ങനെ വെറുതെ ഇരുന്ന് കാരണം തലവേദന. തള്ളവൈബ് എന്ന് മാത്രം പറയരുത്. അങ്ങനെ തള്ളവൈബ് നല്ല പറയാം. വയ്യാണ്ടാണ് ഗൈസ്. അതൊന്നും മൈൻഡ് ആക്കാൻ നിൽക്കണ്ട. എത്ര വയ്യാണ്ടായാലും നമ്മൾ വീഡിയോ ചെയ്യാൻ മറക്കൂല. അപ്പൊ ഗൈസ് ഇനി അടുത്തൊരു വ്ലോഗ് ആയിട്ട് അടുത്ത വീഡിയോ വരാം. അപ്പൊക്ക് ബൈ ഗൈസ്.